കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കിയ ഞാൻ ഇനി ഈ ഭൂമിയിൽ നിൽക്കേണ്ട കാര്യമുണ്ടോ? അഖിൽ സർ എവിടെയാണോ അവിടേക്ക് വരാൻ തന്നെ എൻ്റെ തീരുമാനം. അതൊക്കെ നല്ല കാര്യം തന്നെയാ. പക്ഷേ ഈ രാത്രി തന്നെ ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോ ഇതാണ് നല്ല സമയം തോന്നി, അതുകൊണ്ടാ ചെയ്യുന്നത്. ഇനി ഇതിന് വേറെ പ്രൊസീജിയേഴ്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല മാഡം, ഇത് മാഡം സൂക്ഷിച്ചാൽ മതി. ഫർദർ ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും വേണമെങ്കിൽ മാഡം വിളിച്ചോളൂ. താങ്ക് യു. ഇത്രയും രാത്രിയായിട്ടും സാർ വന്നിത് ചെയ്തു തന്നല്ലോ, വലിയ ഉപകാരമുണ്ട്. ഇറ്റ്സ് മൈ ഡ്യൂട്ടി. മാഡത്തിനാവുമ്പോൾ ഇറ്റ്സ് മൈ പ്ലഷർ. ഓക്കെ മാഡം, ഗുഡ് നൈറ്റ്. ഓക്കെ. എടുത്തിങ് വന്നേ, ഇവിടെ ഇരിക്കുക. ഇതെന്തിനാ എന്റെ കൈ തരുന്നത്? ഇത് എടുത്ത് സൂക്ഷിച്ചാൽ മതി. സമയമാകുമ്പോ രാധിക ഏൽപ്പിക്കണം. ഇക്കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ച് ശ്യാമ എങ്ങോട്ട് പോവാ? ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. എനിക്ക് എന്നെക്കുറിച്ച് വലിയ ധൈര്യം ഇല്ലാത്തതുകൊണ്ടാ ഞാനിത് എടുത്തി ഏൽപ്പിക്കുന്നത്. എത്രയോ കാലമായിട്ട് എന്റെ ധൈര്യം എടുത്തി. ശ്യാമ, ഇത് ശ്യാമ തന്നെ കയ്യിൽ വെച്ചോളൂ. രാധിക മോൾക്ക് നേരിട്ട് കൊടുക്കാനുള്ള അവസരം ശ്യാമയ്ക്ക് തന്നെ ഉണ്ടാവും. എന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടാലും എടുത്ത് പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുമല്ലേ? അതൊന്നും ഉണ്ടാവില്ല എടുത്തി. ഏട്ടത്തിയുടെ കൈകൊണ്ട് കൊടുക്കാൻ തന്നെയാ യോഗം. ഇതെന്തേ കാണിക്കുന്നേ? പാൽപ്പായസം വെക്ക. പൂജാമുറിയിൽ നിവേദ്യം കൊടുക്കണം. അമ്മയെ കാണാൻ പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും മധുരം കൊടുക്കാൻ വേണം. എന്താ ഇവിടെ ചെയ്യുന്നേ? മുത്തശ്ശി പറഞ്ഞു കണ്ണന്റെ തുളസിയുടെ അടുത്താവുമ്പോ പരിശുദ്ധി ഉണ്ടാവുമല്ലോന്ന്, അതുകൊണ്ടാ. ആ, അമ്മയെ വിളിച്ചോ, കാണാന്ന് പറഞ്ഞോ? നമ്മൾ ആദ്യം തന്റെ അമ്മയുടെ വീടിനടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. എന്നിട്ട് താൻ അവിടെ തൊഴുതു നിൽക്കുമ്പോ ഞാൻ ശ്യാമ മേഡത്തിനെ വിളിക്കുന്നു. അതുപോലെ കണ്ണന്റെ മുമ്പിൽ വെച്ച് തന്നെ ഒന്ന് ചേരണ്ടേ രണ്ടുപേർക്കും? കണ്ണന്റെ മുന്നിൽ വെച്ച് തന്നെ വേണം. അമ്മയ്ക്കും അത് തന്നെയാവും സന്തോഷം. എല്ലാവർക്കും അത് തന്നെയാണ് സന്തോഷം. രണ്ടുപേരും കൂടി പ്രാർത്ഥിച്ച് കണ്ണനെ അത്രയ്ക്ക് വലച്ചതല്ലേ. ഒന്നിച്ച് നിൽക്കുമ്പോ ഭഗവാൻ പറയും, ദാ രണ്ടുപേരെയും ഞാൻ ഒന്നിപ്പിച്ചിട്ടുണ്ട്, ഇനിയെങ്കിലും എന്നെ ബുദ്ധിമുട്ടിപ്പിക്കരുതേന്ന്. എന്റെ അമ്മയുടെയും പ്രാർത്ഥന കണ്ണന് ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല, അതുറപ്പാ. എന്നാ പിന്നെ വേഗം ആയിക്കോട്ടെ, വൈകാതെ ഇറങ്ങാം നമുക്ക്. ഇതിപ്പാവും. ഓക്കെ.
അഖിൽ സാർ, ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തു തീർത്തു. ഉണ്ടായിരുന്ന വസ്തുക്കളൊക്കെ വേണ്ടപ്പെട്ടവർക്കൊക്കെ എഴുതി വെച്ചു. ബാക്കിയെല്ലാം നമ്മുടെ മോൾക്കും. മോൾ എന്നെ അംഗീകരിച്ചില്ല. അതിനവളെ തെറ്റു പറയാൻ എനിക്ക് പറ്റില്ല. അവൾ അനുഭവിച്ച അനാഥത്വം ചെറുതൊന്നും അല്ലല്ലോ. എത്ര പരിഹസിക്കപ്പെട്ടതാ, അതും സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും. അതിനവളുടെ ഉള്ളിൽ വാശി കയറി കാണും. എന്നെങ്കിലും ഒരിക്കൽ ആരെങ്കിലും അവകാശവാദവുമായിട്ട് വന്ന ആട്ടിപ്പായ്ക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കിയ ഞാൻ ഇനി ഈ ഭൂമിയിൽ നിൽക്കേണ്ട കാര്യമുണ്ടോ? അഖിൽ സാർ എവിടെയാണോ അവിടേക്ക് വരാൻ തന്നെ എൻ്റെയും തീരുമാനം. ഇത് കഴിഞ്ഞ കുറേ കാലമായിട്ട് എൻ്റെ കൂടെയുണ്ട്. എൻ്റെ പ്രതീക്ഷകൾ അവസാനിക്കുന്ന നിമിഷത്തിൽ എന്നെ സ്വയം അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ എടുത്തു വച്ചിരുന്നതാ. സന്തോഷത്തോടു കൂടിയാണോ യാത്രയാവുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു ഞാൻ അവളുടെ അമ്മയാണെന്ന്. അവളതറിഞ്ഞു. അത് മതി. ഈ ജന്മത്ത് ഇത്രയൊക്കെ നടക്കുള്ളായിരിക്കും. എനിക്കത് മതി. ഇനി അവസാനമായിട്ട് ഒരാഗ്രഹം എനിക്ക് ബാക്കിയുള്ളൂ. നമ്മുടെ തറവാട്ട് ക്ഷേത്രത്തില് സംഗീതത്തിൽ ഞാൻ ഹരിശ്രീയെ കുറിച്ച ഭഗവാന്റെ മുമ്പില് 4 വരി പാടണം. ശ്യാമയുടെ ജീവിതത്തിലെ അവസാനത്തെ വരികൾ.